ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. കെ സുരേന്ദ്രൻ പറയുകയാണ്, JNUവിനകത്ത് കയറിയത് ഇടത് ജിഹാദി കോൺഗ്രസ് സംഘമാണ്. അവരാണ് പോലും നിരപരാധികളായ നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ആക്രമിച്ചത്. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ഇങ്ങനെയാണ്: തലയിൽ നിന്ന് രക്തം വാർന്നൊലിക്കുമ്പോൾ പോലും മീഡിയയ്ക്ക് മുന്നിൽ ബൈറ്റ് നൽകുന്ന ആളുകളെ ഓർത്ത് കൃത്യമായി പറയാൻ സാധിക്കും ഇതൊരു നാടകമാണ് എന്ന്. രണ്ടുപേരും ഇങ്ങനെയാണ് പറയുന്നുള്ളത്. ഇന്ത്യ രാജ്യത്തെ തന്നെ ഒരു രാത്രിയിൽ ഞെട്ടിപ്പിച്ച ഗുരുതരമായ ഒരു സംഭവത്തെ കേരളത്തിലെ BJPയുടെ രണ്ട് നേതാക്കൾ അപലപിച്ചത് ഈ രീതിയിലാണ്. എത്രത്തോളം ഗുരുതരമാണ് ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും എന്നുള്ളത് ഈ രണ്ട് പ്രയോഗങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ശോഭാ സുരേന്ദ്രൻ ഐഷേ ഘോഷിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ആ നാടകമാണെന്ന് പറഞ്ഞത്. ശോഭാ സുരേന്ദ്രൻ, നിങ്ങളും ഒരു സ്ത്രീയാണ്, ആക്രമിക്കപ്പെട്ടിട്ടുള്ളതും ഒരു പെൺകുട്ടിയാണ്, ഒരു വിദ്യാർത്ഥിനിയാണ്. ആ പരിഗണനയെങ്കിലും ഐഷേ ഘോഷിനോട് നിങ്ങൾക്ക് കാണിക്കാമായിരുന്നു. ABVPയെ പച്ചക്ക് ന്യായീകരിക്കാൻ മുന്നോട്ട് വന്ന നിങ്ങളുടെ ഈ കപട മുഖമുണ്ടല്ലോ, കേരളത്തിലെ പൊതുജനങ്ങൾ ഈ വിഷയത്തിൽ വലിച്ചു കീറുക തന്നെ ചെയ്യും, യാതൊരു സംശയം വേണ്ട. നിങ്ങളെപ്പോലെ അടിയെന്ന് കേൾക്കുമ്പോൾ കണ്ടം വഴി ഓടി ഒളിക്കുന്നവരല്ല JNUവിലെ സമര പോരാട്ടത്തിലുള്ള വിദ്യാർത്ഥികൾ. നിലനിൽപ്പിന് വേണ്ടിയിട്ട് പഠിച്ച് എന്തെങ്കിലും ഒന്നാകണമെന്ന് വിചാരിക്കുന്ന നന്മ മനസ്സിനകത്തുള്ള വിദ്യാർത്ഥികൾ പോരാട്ടം നടത്തുമ്പോൾ അടിയെന്ന് എഴുതി കാണിക്കുമ്പോൾ ഓടിപ്പോകുന്ന നിങ്ങളെപ്പോലെ ഓടിപ്പോവുകയില്ല, പോരാടുക തന്നെ ചെയ്യും. അത് ഒരു കെ സുരേന്ദ്രനെ കൊണ്ടും ഒരു ശോഭാ സുരേന്ദ്രനെ കൊണ്ടും ആ വിപ്ലവ വീര്യത്തെ അങ്ങനെയൊന്നും ഇത്തരം പോസ്റ്റുകളിലൂടെ കെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല. ഇന്ത്യയിലെ ചില പ്രമുഖ BJP നേതാക്കൾ അടക്കം, കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കം ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള സങ്കടം രേഖപ്പെടുത്തിയപ്പോൾ പോലും കൊച്ചു കേരളം, മതേതരത്വം വിളിച്ചു പറയുന്ന നമ്മുടെ കേരളത്തിനകത്ത് നിന്നുകൊണ്ട് ഈ അക്രമത്തെ ന്യായീകരിച്ച നിങ്ങളാണ് ഈ നാടിൻ്റെ ശാപമെന്ന് തീർച്ചയായും ഒരു കാലം വിലയിരുത്തുക തന്നെ ചെയ്യും. കാരണം ഇപ്പോൾ തന്നെ പല ആളുകളും വിളിച്ചു പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള വൃത്തികെട്ട പ്രയോഗങ്ങളുമായി രംഗത്ത് വന്ന നിങ്ങളുടെ ഫേസ്ബുക്കുകൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കടക്കം തിരിച്ചറിയാൻ പറ്റുമ്പോൾ പോലും ഇത്രയും മോശമായ രീതിയിൽ ഒരു അക്രമത്തെ വിലയിരുത്താൻ നിങ്ങൾ തയ്യാറായി മുന്നോട്ട് വന്നത് നിങ്ങൾ എന്താണ് എന്നുള്ളത് സമൂഹത്തിന് മുന്നിൽ നിങ്ങൾ തന്നെ വിളിച്ചു പറയുകയാണ്. തീർച്ചയായും കെ സുരേന്ദ്ര, ശോഭാ സുരേന്ദ്ര, ഇതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. രക്തം വാർന്നൊഴിക്കുമ്പോൾ പോലും കപട രാഷ്ട്രീയം വിളിച്ചോതുന്ന നിങ്ങൾ എത്രത്തോളം അപകടമാണ് എന്നുള്ളത് ഈ പോസ്റ്റിലൂടെ നിങ്ങൾ വ്യക്തമാക്കി തന്നു കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Subscribe.